ഹായ്, എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെല്ലാവരും ആരോഗ്യത്തോടെ സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതുന്നു. എത്ര പെട്ടെന്നാണ് ഒരു വർഷം തീരാറത് അല്ലേ? അതെ അതെ, തീർച്ചയായും. കൊറോണ കാരണം സ്കൂളുകൾ അടച്ചിട്ടപ്പോൾ ആദ്യം സന്തോഷം തോന്നിയെങ്കിലും പിന്നെ സ്കൂളിനെയും കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും മിസ് ചെയ്തപ്പോൾ വിഷമവുമായി. അതിനെന്താടോ, നമുക്ക് സ്കൂളിൽ വരാൻ പറ്റിയില്ലെങ്കിലും എല്ലാ പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഓൺലൈനായി നടത്തുന്നുണ്ടല്ലോ. അതിനായി നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും വളരെയധികം ബുദ്ധിമുട്ടുന്നുമുണ്ട്. തീർച്ചയായും അതിന് വലിയൊരു ഉദാഹരണമാണല്ലോ നമ്മുടെ ഓൺലൈൻ കലാമേളയായ വീട്ടകം 2020. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു മത്സരമല്ല, ഉത്സവമാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. GHS മാതമംഗലം ഓൺലൈൻ കലാമേളയായ വീട്ടകം 2020 എല്ലാവർക്കും സ്വാഗതം. ഏതൊരു ചടങ്ങിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ സ്വാഗതം ആശംസിക്കൽ. വീട്ടകം 2020 എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ GHS മാതമംഗലത്തിന്റെ HM ഡോക്ടർ പ്രമോദ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം പൂർണ്ണമായും ഓൺലൈനിലായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയവും പൂർണ്ണമായും ഓൺലൈൻ പഠന പ്രവർത്തനങ്ങളിലാണ് നടക്കുന്നത്. ഈ മാസവും പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കലാപ്രവർത്തനങ്ങളുടെ മാസമാണ്. എല്ലാ വിദ്യാലയങ്ങളിലും യുവജനോത്സവം നടക്കുന്ന സമയമാണ്. നമ്മുടെ കുട്ടികൾ വീട്ടിൻ്റെ അകത്തിരുന്ന് കലാമേളയിൽ പങ്കെടുക്കുകയാണിപ്പോൾ. കഴിഞ്ഞ അക്കാദമിക് വർഷം പൂർണ്ണമായും വീട്ടിനകത്തിരിക്കുന്ന കുട്ടികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തുകയും അതിനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വീട്ടകം എന്ന പേരിൽ ഈ വിദ്യാലയത്തിൽ ഗവൺമെൻറ് ഹൈസ്കൂൾ മാതമംഗലത്തിൻ്റെ ബാനറിൽ ഒരു കലാമേള സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത്, ഞങ്ങൾ ഇതിലൊരു മത്സര സ്വഭാവത്തിലല്ല സംഘടിപ്പിക്കുന്നത്. മത്സരത്തിലുപരി കുട്ടികളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയാക്കി ഞങ്ങളിതിനെ മാറ്റുകയാണ്. ഈ പരിപാടിയിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവരോടൊപ്പം തന്നെ നിന്ന് നമ്മുടെ അധ്യാപകർ, വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരുടെയും പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ അക്കാദമിക വർഷം ഓൺലൈനായി നടക്കുമ്പോൾ തന്നെ അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് കോട്ടം തട്ടാത്ത രൂപത്തിൽ അതിനുള്ള ഇടം കൂടി കണ്ടെത്താൻ ഈ വീട്ടകം എന്ന പരിപാടിയിലൂടെ കഴിയും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വീട്ടകം 2020 എന്ന പേരിലുള്ള ഓൺലൈൻ കലാമേള ഉദ്ഘാടനം ചെയ്യുന്ന നാടകകാരൻ ശ്രീ സുരേഷ് ബാബു അവർക്ക് വിദ്യാലയത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട DEO ഉഷാദേവി ടീച്ചർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കാളികളാവുന്ന PTA MPTA ഭാരവാഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച സാറിന് നന്ദി. വീട്ടകം 2020 അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് അനിലേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ അച്ഛൻ, മറ്റു അധ്യാപകരെ, നമ്മുടെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടകൻ പ്രിയമുള്ള T. സുരേഷ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഖ്യാതിഥി DEO, സ്റ്റാഫ് സെക്രട്ടറി, MPTA പ്രസിഡന്റ്, മറ്റ് PTA അംഗങ്ങളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ സ്കൂളിലെ കലോത്സവം അതിമനോഹരമായി അതിഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏവർക്കും അറിയാം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ക്ലാസ്സുകൾ തുറക്കാതെ നമ്മൾ കുട്ടികൾ ഏറെ സന്തോഷിക്കുന്ന ഒരു ദിനമാണ് നമ്മുടെ ഈ കലോത്സവം. ആ കലോത്സവം ഓൺലൈനായിട്ട് നടത്തേണ്ട സാഹചര്യം എല്ലാം തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുമാണ്. എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് മനസ്സ് തുറന്ന്, ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഈ നമ്മളെ ഈ സ്റ്റേജിൽ കയറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ അതിലെല്ലാം ഉപരി ഈ ഓൺലൈനായിട്ടാകുമ്പോൾ അവർക്ക് സ്വന്തമായ രീതിയിൽ വീടുകളിൽ നിന്ന് ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരമാണിത്. അത് വളരെ ഭംഗിയായി നമ്മുടെ സ്കൂളിലെ നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് നല്ല ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുക.
അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു സമയത്ത് കൂടുതലൊന്നും ഞാൻ ധരിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് ഏവരെയും നിറഞ്ഞ മനസ്സോടുകൂടി ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. Thank you, Anileta. On behalf of our school, I respectfully welcome our chief guest, Mr. T. Suresh Babu, a well-known drama artist and a director from Kozhikode. എന്നാൽ പിന്നെ നമ്മുടെ ഉദ്ഘാടകനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തിയാലോ? അതെ, തീർച്ചയായും. ശ്രീ ടി സുരേഷ് ബാബു അറിയപ്പെടുന്ന നാടക നടനും സംവിധായകനും കോഴിക്കോട് നാടകഗ്രാമം അക്കാദമിയുടെ ഡയറക്ടറുമാണ്. 1994, 95, 2005 എന്നീ വർഷങ്ങളിൽ സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹം ചെറുപ്പം മുതൽക്കു തന്നെ നാടകത്തോട് അഭിനിവേശം പുലർത്തിയിരുന്നു. സ്കൂൾ തലത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് ജനശ്രദ്ധ നേടിയത്. അർത്ഥമനർത്ഥം, സോപ്പ് ചീപ്പ് കണ്ണാടി, പെരുങ്കൊല്ലൻ, ഒരു ഇന്ത്യൻ കഴുതയുടെ ആത്മകഥ, തലക്കെട്ട് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങൾ. VD സ്മാരക അവാർഡ്, PM താജ് അവാർഡ്, നാട്യഭൂഷൺ സ്മാരകം എന്നിവയും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ കലാ ഉത്സവമായ വീട്ടകം 2020 ഉദ്ഘാടനം ചെയ്യാനായി ശ്രീ ടി സുരേഷ് ബാബു അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. GSS മാതമംഗലം സ്കൂൾ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, സുഹൃത്തുക്കളെ, ഈ മഹാമാരി കാലത്ത് ഇങ്ങനെ ഒരു കലോത്സവം നടത്തിയ നിങ്ങളെ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലാവരും വീടുകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഞാനും വീട്ടിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കിത് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഞാനൊരു നാടകക്കാരനാണ്. നാടകം നേരിട്ട് ജനങ്ങളോട് സംവേദിക്കുന്ന ജനങ്ങളും കാണികളും നടനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ്. അത് ഇപ്പം നടക്കില്ല. മാത്രവുമല്ല, ഞാൻ ഇത്തരം പല പരിപാടികളിലും പോയാൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് അവരുടെ സംശയങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരോട് എങ്ങനെ സംവേദിക്കാം എന്നതാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ പറ്റാത്തതിൽ വളരെയധികം വേദനയുണ്ട്. നിവൃത്തിയില്ല. നമുക്ക് എന്തായാലും കാണാം. അത് ബഹുമാനപ്പെട്ട പ്രിയ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാർ വരണം, സാറിന്റെ മകനെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാം. ആദ്യമായി ആ ഉറപ്പ് നൽകുകയാണ്. ടീച്ചർ ഈ സ്കൂളിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി. ഇതെന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകളും ഒരു സർക്കാർ സ്കൂളാകുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെതായുള്ള ഒരു വൈവിധ്യങ്ങൾ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. കാരണം നാടകം വൈവിധ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ കാലത്ത് ഇത്തരം വൈവിധ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഉള്ള ഒരു പഠന രീതികൾ വരെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികൾ വേവലാതിപ്പെടേണ്ട, അത് പരിഹരിക്കാൻ നമുക്ക് മാർഗങ്ങളുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും പുതിയ കാലത്തോട്, പുതിയ രീതികളോട്, പുതിയ സംസ്കാരത്തോട്, പുതിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മാറണം. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്,
ഒരുപാട് പല കഴിവുള്ള ആളുകളുണ്ട്. ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനിച്ചു വരുമ്പം തന്നെ കൊണ്ടുവരുന്ന ഒരു സാധനമൊന്നുമല്ല. എൻ്റെ എല്ലാ മക്കളിലും ഒരു കലാകാരനുണ്ട്. അത് പുറത്തേക്ക് എടുത്താൽ നിങ്ങൾക്ക് ഇത്തരം ശക്തികളെയൊക്കെ തോൽപ്പിക്കാൻ പറ്റും, നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. കാലം മുന്നോട്ടാണല്ലോ പോകുന്നത്, നമ്മൾ പിന്നോട്ടല്ലല്ലോ പോകുന്നത്. അപ്പൊ നമ്മള് മുന്നോട്ട് പോകാനുള്ള ഊർജം ഒരു ആക്ടർ എന്ന നിലയ്ക്ക്, ഞാനൊരു നടനാണ്, ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം അഭിനയിക്കാനാണ്. ഒരു നടനായി കഴിഞ്ഞാൽ മതി, നിങ്ങൾ മുന്നേറും. അതിനൊരു ചെറിയൊരു തന്ത്രം പറഞ്ഞു തരട്ടെ. അതായത് എല്ലാവരും അഭിനയിക്കുന്നുണ്ട്, എല്ലാവരും അഭിനയിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് എന്തെല്ലാം അഭിനയങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടാവും. ഇതിൽ അഭിനയിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. വീടുകളിൽ നമ്മൾ അഭിനയിക്കുന്നുണ്ട്, സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അഭിനയിക്കുന്നുണ്ട്, ബസ് കയറിയ ഒരു ബസ്സിൽ നിന്ന് വരുമ്പോ നിങ്ങൾ യാത്രയിൽ നിങ്ങൾ നടന്നു വരുന്നതാണെങ്കിൽ എങ്ങനെയാലും അഭിനയിക്കുന്നില്ല എന്ന് ആലോചിച്ച് നോക്ക്. അഭിനയിക്കാൻ എന്താണ് അഭിനയിക്കുന്നത് അന്നാണ് ആലോചിച്ച് നോക്ക്. ആ അഭിനയത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനെ വികസിപ്പിക്കുക, നമ്മൾ തന്നെ കണ്ടെത്തുക. എങ്ങനെ? അതിനുള്ള തന്ത്രം പറഞ്ഞു തരട്ടെ. ഞങ്ങൾ നടന്മാര് അത്തരം സാധനങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ള ഐഡിയ പറഞ്ഞുതരാം. നടൻ എന്ന് പറഞ്ഞാൽ നടനും നടികളോ ആയിക്കോട്ടെ, ഞാനൊരു ഇതിനു വേണ്ടി പറയാണ്. അതായത് ഇത് ഞാൻ പറഞ്ഞതല്ല, ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ നടനുണ്ടല്ലോ നമ്മളെ സിനിമയിൽ അഭിനയിക്കുന്നത്, അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട്, അയാൾ പറഞ്ഞത് കേട്ടിട്ട് ആണ് ഞാനിപ്പം പറയുന്നത്. ആക്ടർ, നടൻ, ACTOR, ആക്ടർ. എല്ലാവരിലും ഉണ്ട് ഈ ACTOR. എന്താണ്? എല്ലാവരിലും ഉണ്ട്. അതായത് A സമം ആക്ട്. ആക്ട് ചെയ്യാത്ത ആരാള്? ഞാൻ നേരത്തെ ചോദിച്ചു. ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിൽക്കുന്ന ഇടത്തിൽ നിൽക്കുന്നവന് ഒരു ആക്ടും ചെയ്യുന്നില്ല. ഒരടി മുന്നോട്ട് നടക്കുന്നവൻ ആക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രവൃത്തി നടക്കുന്നുണ്ട്. നമ്മളൊരടി മുന്നോട്ട്, അപ്പൊ ഞാനിതാ ആക്റ്റീവ്, മുന്നോട്ടാണ്, ഒരു നിമിഷം മുന്നോട്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നോട്ട് നടക്കുകയാണെങ്കിലും അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ അത് അത്ര മാത്രമേ ഉള്ളൂ. ആക്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. ആക്ട് അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്യാം. എല്ലാവരും ചെയ്യുന്ന കാര്യത്തെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ട പണി കുറച്ചുകൂടെ മുന്നേ ചെയ്താലെങ്കിൽ ഉണ്ടാവുമായിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തി കുറച്ചുകൂടെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നാളത്തെ കാര്യം ചെയ്യായിരുന്നു. അങ്ങനെ നമുക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഊർജ്ജസ്വലരായി നിൽക്കും. മറ്റൊരു മടിയന്മാരായി പോവും. ആക്ട് ചെയ്യാത്തവൻ ഓൻ പണിയെടുക്കണ്ട, നാളെ വെക്കൂ ഇന്നത്തെ പണി, അപ്പോ മടിയനായി മാറും. നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും ഈ ആക്ട് ഉപയോഗപ്പെടുത്താട്ടോ. അതാണ് ഞാൻ പറയുന്നത്. പിന്നെയുള്ളത് നമ്മൾ ഏകദേശം മനസ്സിലായി, പ്രവൃത്തി, വർക്ക് ചെയ്യുക, പ്രവർത്തിക്കുക, ആക്ട്. രണ്ടാമത്തതോ ആക്ടിലെ ആക്ടറെ സി എന്താ? സി എന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതായിരുന്നു, പക്ഷേ സമയം പറ്റൂലോ. ഇവിടെ ഇരുന്നെ ഞാൻ തന്നെ പറയാം. സി മീൻസ് കോൺസെൻട്രേഷൻ. പല കുട്ടികൾ പലതും പറയല്. കോൺഫിഡൻസ് ഉണ്ട്, ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ സി മീൻസ് കോൺസെൻട്രേഷൻ, ഭയങ്കര ശ്രദ്ധ. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവൃത്തി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധ. അന്നേരം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഞങ്ങൾ നടന്മാരങ്ങനെയാണ്, നിങ്ങളും ചെയ്യരുത് അങ്ങനെ പല സമയത്ത്. ഒന്നാലോചിച്ച് നോക്ക്, നമ്മൾ ഭയങ്കര രസാകരമായിട്ട് സ്കൂളിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നായ ചാടി വീണ് നായ കടിക്കാൻ വന്നാൽ നമ്മൾ രമേ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുന്നുണ്ടല്ലേ? അപ്പൊ ഓടി രക്ഷപ്പെടുമ്പോ നമ്മൾ എങ്ങനെയാണ് ഓടി? അപ്പൊ നമ്മുടെ ശക്തി മുഴുവനായില്ലാത്തേക്ക്, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ നായ കടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഭയങ്കര ശ്രദ്ധ നമ്മളെ ഉള്ളിലുണ്ട്.
അതിനെ നമ്മൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഉണ്ടല്ലോ, മനസ്സിലായല്ലോ? അപ്പൊ എയും ഉണ്ട്, സിയും ഉണ്ട്. പിന്നെ ടി ആണ്. ടി മീൻസ് ടൈമിങ്. ടൈമിങ്ങില് ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് കാര്യങ്ങളും എന്തിനും നമ്മൾ വളരെ അത്യാവശ്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ സ്പീഡിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സമയത്തിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒബ്സർവേഷൻ, നിരീക്ഷണം. എവിടെ പോയാൽ നമ്മൾ നിരീക്ഷണ പാഠവും. പിന്നെ 6 സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാണ്. പിന്നെ 6 എന്ന് പറഞ്ഞാൽ റിതം, നമ്മളെ ഹൃദയത്തിന്റെ ബീറ്റ്. ഹൃദം നമ്മളടുത്ത് തന്നെ ഉണ്ട്. നമ്മളെ ഏറ്റവും വലിയ, നമുക്ക് എന്ത് പ്രശ്നം വരുമ്പോ എന്ത് പരിഹരിക്കാനും നമ്മൾ ഹൃദയം നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അത് നമ്മളെ ഈ ഹൃദയം നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യാം. അത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ എന്താണ്, നമ്മൾ എത്ര ഇമോഷനാണ്, നമ്മൾ എത്ര മാത്രം ഇല്ല, അതിനനുസരിച്ച് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും വലിയൊരു ഉപകരണമാണ്, ഒരു താള വിദഗ്ധനാണ് നമ്മളെ കൂടെ ഉള്ളത്. ഇതിനെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുക. പിന്നെ ഇതിനെ കൂട്ടിപ്പിടിക്കാൻ നമ്മളെ കയ്യില് നല്ല സംഭവമുണ്ട്. എന്ത്? നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ 5 ഇന്ദ്രിയങ്ങൾ നിങ്ങൾ എന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക. 5 ഇന്ദ്രിയങ്ങളെ. ഇനി എനിക്ക് പറയാനുള്ളത് എന്റെ ബഹുമാനപ്പെട്ട രക്ഷിതാക്കളോടാണ്. രക്ഷിതാക്കളെ, നിങ്ങൾക്ക് കുട്ടികളെ പോലെയാവാം, പക്ഷേ അവരെ നിങ്ങളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത്. കാരണം ജീവിതം ഒഴുകുന്നത് മുന്നോട്ടാണ്, പിന്നോട്ടല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാനായ ഖലീൽ ജിബ്രാൻ പറഞ്ഞതാണ്. ഒന്നുകൂടി ആവർത്തിച്ച് നിങ്ങളിത് കേൾക്കണം. കാരണം കാലം മുന്നോട്ടാണ്. ഞാൻ ടി സുരേഷ് ബാബു, എന്റെ മകൻ എന്ന് പറയുന്നത്, എന്റെ മകൻ ഛന്ദസിന്റെ അച്ഛൻ എന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. അതാണ്, കാലം മുന്നോട്ടാണ്, അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഈ വീട്ടകം പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നടത്തുന്നുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. വീണ്ടും നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരമുണ്ടാവട്ടെ. ഈ മഹാമാരിയെ തോൽപ്പിച്ച് നമ്മൾ മുന്നേറും. ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വരും എന്ന് മാത്രം എനിക്ക് പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീട്ടകം 2020 ഉദ്ഘാടനം ചെയ്ത ശ്രീ സുരേഷ് ബാബു സാറിന് നന്ദി. നമ്മുടെ സ്കൂളിന്റെ മുൻ HMഉം വയനാട് DEO കൂടിയായ ശ്രീമതി ഉഷ ടീച്ചറിനെ മുഖ്യ അതിഥിയായി കിട്ടിയത് നമ്മുടെ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. ഉഷ ടീച്ചറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങൾ 9 മാസമായി വീടിനുള്ളിലാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ നാം പരിചയപ്പെട്ടു വരികയാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നൊരുക്കുന്ന വീട്ടകം എന്ന ഈ പരിപാടി ഏറെ അഭിനന്ദനാർഹമാണ്. മാതമംഗലം ഹൈസ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കാളികളാകുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇത്തരം പരിപാടികളിലൂടെ കൂടുതൽ ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. Thank you, Usha teacher, for the valuable message. To enhance literary creativity and to provide an avenue for self-expression beyond the school curriculum, our school has conducted some literary and painting competitions. The outcome of our students are being presented here as a magazine. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ചില സാഹിത്യ സൃഷ്ടികളും ചിത്രരചനകളും ഒരു ഡിജിറ്റൽ മാസികയുടെ രൂപത്തിൽ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. വീട്ടകം 2020 ആശംസകൾ അർപ്പിക്കാൻ ധാരാളം പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയായി നമുക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായും ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിന് നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി സബിത ബിജുവിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയ കുട്ടികളെ, നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഓൺലൈൻ കലോത്സവം വീട്ടകം 2020. ഈ പേരിൽ തന്നെയുണ്ട് ഈ പരിപാടിയുടെ പ്രത്യേകത. നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അധ്യാപകർ ചിട്ടപ്പെടുത്തിയ ഈ കലോത്സവ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും
നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, Sabda Chechi. Now, I would like to invite our senior assistant, Sri Raja sir, to deliver the felicitation speech. പ്രിയപ്പെട്ടവരെ, മാതമംഗലം ഹൈസ്കൂളിലെ 2020-2021 വർഷത്തെ വീട്ടകം എന്ന പേരിലുള്ള ഓൺലൈൻ കലോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട മാതമംഗലം ഹൈസ്കൂൾ HM പ്രമോദ് സാർ, അതുപോലെ അധ്യക്ഷത വഹിച്ച PTA പ്രസിഡന്റ് അനിൽ, ഉദ്ഘാടനം നിർവഹിച്ച പ്രശസ്ത നാടകകൃത്ത് T. സുരേഷ് ബാബു, മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്ത വയനാട് DEO, അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച MPTA പ്രസിഡന്റ്, സ്റ്റാഫ് സെക്രട്ടറി തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ. എല്ലാ വർഷവും സ്കൂൾ കലോത്സവം അരങ്ങേറുന്നുണ്ട് എങ്കിലും ഈ വർഷം അതിൽ നിന്നും വ്യത്യസ്തമായ ഓൺലൈനായിട്ടാണ് കലോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ലോകം മുഴുവൻ കോവിഡ് ഭീഷണി നേരിടുന്ന ഈ സന്ദർഭത്തിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക സമ്മർദ്ദത്തിന് ഒരാശ്വാസം എന്ന നിലയിലാണ് നാം അതിനെ കാണേണ്ടത്. കുട്ടികളുടെ സർഗവാസനകൾ സ്കൂൾ തലം മുതൽ തന്നെ വികസിച്ചു വരേണ്ടതുണ്ട്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവർ മികച്ച കലാകാരന്മാരും കലാകാരികളുമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Raja sir. ഇനി വീട്ടകം 2020 ആശംസകൾ പറയാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബിജു സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, അസാധാരണമായ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഓൺലൈൻ കലാമേള സംഘടിപ്പിക്കുക എന്നത് വളരെ സാങ്കേതികപരമായി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കിത് നിർവഹിക്കാൻ കഴിഞ്ഞു. ഇതിന് എല്ലാവിധ പിന്തുണയേക്കിയ നല്ല മനസ്സുകൾക്ക് ആദ്യമേ നന്ദി അറിയിക്കട്ടെ. ഒപ്പം തന്നെ GHS മാതമംഗലത്തിൻ്റെ ഓൺലൈൻ കലാമേളയായ വീട്ടകം 2020 എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, Biju sir. I consider it a great honor to welcome Mrs. Swati, our lovable teacher, onto the stage to deliver her words of felicitation. നമസ്കാരം. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ സുരേഷ് ബാബു സാർ, മുഖ്യാതിഥി വയനാട് DEO ശ്രീമതി ഉഷാദേവി, അധ്യക്ഷൻ അനിലേട്ടൻ, ബഹുമാനപ്പെട്ട HM ശ്രീ പ്രമോദ് സാർ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെ ഓൺലൈൻ കലാമേളയായ വീട്ടകം 2020 മനോഹരമായ ഉദ്ഘാടന വേളയാണ്. വീട്ടകം എന്ന പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ സർഗവാസനകൾ മാറ്റുരയ്ക്കുന്നു എന്നതിനൊപ്പം കുട്ടികളുടെ പരിസരവും ചുറ്റുപാടുകളും വീട്ടുകാരും കൂടി കലാമേളയുടെ ഭാഗമാവുകയാണ്. കുട്ടികളുടെ മത്സരങ്ങൾ ജയപരാജയങ്ങൾക്ക് അതീതമാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. കൂടാതെ ഒരു ശക്തമായ ടീം വർക്ക് ഇല്ലാതെ ഒരു പ്രവർത്തനവും അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിൽ എത്തുകയില്ല. ഈ കലാമേളയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ടീച്ചർ ഷിനേസർ എന്നിവരുടെ പ്രവർത്തനവും അതുപോലെ കലാമേളയെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ അഹോരാത്രം പാടുപെടുന്ന മറ്റ് അധ്യാപകരുടെ പ്രവർത്തനവും ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഈ കലാമേള ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി സ്വാത ടീച്ചർ. കൊച്ചുകുട്ടികളുടെ പ്രിയങ്കരിയായ അനു ടീച്ചറാണ് വീട്ടകം 2020 ആശംസകൾ പറയുന്നത്. അനു ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രമോദ് സർ, വിശിഷ്ടാതിഥി സുരേഷ് ബാബു അവരുകൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഓൺലൈൻ സ്കൂൾ കലാമേള വീട്ടകം 2020 ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾക്കാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ഈ കോവിഡ് മഹാമാരിക്കിടയിലും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരാഘോഷത്തിന് പോലും കോട്ടം തട്ടിടുന്ന ആഗ്രഹത്തോടു കൂടി
അവരുടെ തനത് മികവുകളെ പരിപോഷിപ്പിക്കുന്നതിനായി ഇത്തരമൊരു ഉദ്യമത്തിന് മുൻകൈയെടുത്ത് നേതൃത്വം നൽകുന്ന എൻ്റെ എല്ലാ പ്രിയ അധ്യാപക സുഹൃത്തുക്കൾക്കും PTA അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ഇതിനോടകം തന്നെ ഈ ഒരു ആഘോഷത്തെ ആവേശപൂർവ്വം നെഞ്ചിലേറ്റി മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഒപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ആൻഡ് ടീച്ചർ. ഇനി വീട്ടകം 2020 ആശംസകൾ പറയുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂൾ ലീഡർ അക്ഷയ ചേച്ചിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ കലാമേള നടക്കുകയാണ്. ഈ പ്രാവശ്യം തികച്ചും വ്യത്യസ്തമായ ഒരു ഓൺലൈൻ കലാമേളയാണ്. ഈ ഓൺലൈൻ കലാമേളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി ഈ ഔദ്യോഗിക ചടങ്ങിന് നന്ദി പറയലാണ്. അതിനായി GHS മാതമംഗലം ഓൺലൈൻ കലാമേളയായ വീട്ടകം 2020 കൺവീനർ പ്രിയ ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അനിലേട്ടൻ, ആദരണീയായ വയനാട് DO ഉഷ ടീച്ചർ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ഡോക്ടർ എൻ പ്രമോദ് സർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഓരോ കുട്ടിയും വിവിധ തരം ബുദ്ധികളുടെ ഒരു കൂട്ടായ്മയാണ്. ബഹുമുഖ പ്രതിഭയുള്ളവരാണ് എല്ലാത്തരം വിദ്യാർത്ഥികളും. അവരുടെ കലാപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിനും സഭാകമ്പമില്ലാതെ അവതരിപ്പിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ യുവജനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ 1957 മുതൽ തന്നെ യുവജനോത്സവങ്ങൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ യുവജനോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തികച്ചും ഓൺലൈനായിട്ടാണ് ഇത്തവണത്തെ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ യുവജനോത്സവ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാകാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരു ശിശുവിൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവരലാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾ സ്വഭാവ പരിഷ്കരണവും സാംസ്കാരിക ഉന്നമനവും വളർത്തിയെടുക്കാൻ ഇത്തരം മേളകൾ ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് ഞങ്ങൾക്ക് ഇത്തരമൊരു മേള സംഘടിപ്പിക്കാൻ പ്രചോദനമായത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. ആദ്യമായി ഞങ്ങളുടെയെല്ലാം ക്ഷണം സ്വീകരിച്ച് ഈ മേള ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത നാടകകൃത്തും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീ സുരേഷ് ബാബു സാറിന് ഞാൻ എൻ്റെയും ഈ സ്കൂളിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച PTA പ്രസിഡന്റ് അനിലേട്ടൻ, മുഖ്യാതിഥി വയനാട് DO ഉഷ ടീച്ചർ, ഈ കലാമേളയ്ക്ക് ചുക്കാൻ പിടിച്ച നമുക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും മാർഗനിർദ്ദേശങ്ങളും തന്ന നമ്മുടെ പ്രിയങ്കരനായ HM ഡോക്ടർ എൻ പ്രമോദ് സാറിനും ഞാൻ സ്കൂളിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് രാജ് സർ, സ്റ്റാഫ് സെക്രട്ടറി ബിജു സർ, MPTA പ്രസിഡന്റ് സബിതേച്ചി, നമ്മുടെ സ്കൂൾ ലീഡറായിട്ടുള്ള അക്ഷയ എന്നിവർക്കും ഞാൻ എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ കലാമേള ഒരു ഉത്സവമാക്കി തീർത്ത നമ്മുടെ കുഞ്ഞുമക്കൾക്കും രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.